പഹൽഗാമിൽ വെടിയേറ്റു വീണ നവവരന്റെ അരികിൽ കരഞ്ഞു തളർന്നിരിക്കുന്ന നവവധുവിന്റെ ചിത്രം ലോകത്തിന് തന്നെ വലിയ ഞെട്ടലുണ്ടാക്കുന്നതൊന്നായിരുന്നു. പഹൽഗാമിൽ വെടിയേറ്റു വീണ നവവരന്റെ അരികിൽ കരഞ്ഞു തളർന്നിരിക്കുന്ന നവവധുവിന്റെ ചിത്രം ലോകത്തിന് തന്നെ വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒന്നായിരുന്നു. പഹൽഗാമിൽ കൊല്ലപ്പെട്ട നാവികോദ്യോഗസ്ഥൻ വിനയ് നെർവാളായിരുന്നു ആ ചെറുപ്പക്കാരൻ. ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് വിനയ് വിവാഹിതനായത്. പിന്നാലെ മധുവിധു ആഘോഷിക്കാനാണ് ഇരുവരും കാശ്മീരിലെത്തിയത്. എന്നാൽ അവിടെ അവരെ കാത്തിരുന്ന ദുർവിധി മറ്റൊന്നായിരുന്നു. ഹരിയാന സ്വദേശിയാണ് ഈ നാവികൻ. കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ എത്തിയ ഹരിയാന മുഖ്യമന്ത്രിക്ക് മുന്നിൽ പൊട്ടിക്കരയുന്ന വിനയ് നെർവാളിന്റെ കുടുംബത്തിന്റെ നൊമ്പരം ആരുടെയും കണ്ണു നിറയ്ക്കുന്നതാണ്. അവനെ കൊന്ന തീവ്രവാദികളെയും കൊല്ലണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവർ അവനോട് നീ മുസ്ലിമാണോ എന്ന് ചോദിക്കുകയും അതിനുശേഷം 3 തവണ വെടിവെക്കുകയും ചെയ്തു. അവർക്ക് അതിനുള്ള ശിക്ഷ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി മറുവശത്ത് ഒരു അക്ഷരം പോലും പറയാതെ കുടുംബത്തിന്റെ സങ്കടം നോക്കി നിൽക്കുകയാണ് ചെയ്തത്. വെടികൊണ്ടിട്ടും 1.5 മണിക്കൂറോളം വിനയ്ക്ക് ജീവനുണ്ടായിരുന്നു. എന്നിട്ടും അവനെ രക്ഷിക്കാൻ ആരും തയ്യാറായില്ല. ഒരു സഹായവും ലഭിച്ചില്ലെന്നും കുടുംബം പറഞ്ഞു. വിനയ് നെർവാളിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനും അദ്ദേഹത്തിന്റെ കുടുംബത്തെ കാണുന്നതിനുമാണ് താൻ ഇവിടെ എത്തിയിരിക്കുന്നത് എന്നും ഭീകരാക്രമണം നടത്തിയവരെ വെറുതെ വിടില്ല, അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും നയാബ് സൈനി എക്സിൽ കുറിക്കുന്നുണ്ട്. കൊച്ചിയിൽ നാവിക ഉദ്യോഗസ്ഥനായിരുന്ന വിനയ് അടുത്തിടെ ആണ് വിവാഹിതനായത്. ഏപ്രിൽ 16-നായിരുന്നു വിവാഹം സംബന്ധിച്ച സൽക്കാരം നടന്നത്. ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ച വിനയുടെ മൃതദേഹം അടങ്ങുന്ന ശവമഞ്ചത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭാര്യയായ ഹിമാൻഷിയുടെ വൈകാരിക പ്രകടനം ഇന്ത്യയുടെ കണ്ണ് നിറച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധത്തിലും അദ്ദേഹത്തെ കുറിച്ച് ഓർത്ത് ഞാൻ അഭിമാനം കൊള്ളുന്നു. ഹിമാൻഷിയുടെ ഈ വാക്കുകൾ ആരുടെയും കണ്ണു നിറയ്ക്കുന്നതാണ്. പഹൽഗാമിലെ ബൈസറൻ താഴ്വരയിൽ ഹിമാൻഷിക്കൊപ്പം ചെലവഴിക്കവെയാണ് 26-കാരനായ വിനയ്ക്ക് നേർക്ക് ഭീകരർ നിറയൊഴിച്ചത്. ഹരിയാനയിലെ കർണാൽ ജില്ലയിലെ ബുസ്ലി സ്വദേശിയാണ് വിനയ് നെർവാൾ. ഉത്തരാഖണ്ഡിലെ മസൂറിയിൽ വെച്ച് ഇക്കഴിഞ്ഞ 16-നാണ് വിനയ് 24-കാരിയായ ഹിമാൻഷിക്ക് താലി ചാർത്തിയത്. 19-ന് ഇരുവരുടെയും വിവാഹ റിസപ്ഷൻ നടന്നിരുന്നു. മധുവിധു സ്വിറ്റ്സർലൻഡിൽ ആഘോഷിക്കാനായിരുന്നു തീരുമാനിച്ചത്. എങ്കിലും വിസ ലഭിക്കാൻ കാലതാമസം നേരിട്ടതോടെ പദ്ധതിയിൽ മാറ്റം വരുത്തി കാശ്മീരിലേക്ക് പുറപ്പെടുകയായിരുന്നു ഈ ദമ്പതികൾ.